1976 സത്യം ശിവം സുന്ദരം എന്ന നാടകം അഭിനയിക്കുന്ന കാലം. അന്ന് എന്നോടൊപ്പം കെ ജേക്കബ്, ടി ജോസഫ്, CN രാമൻകുട്ടി, പെരുന്ന മധു, ചെത്തിപ്പുഴ ലീലാമ്മ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു. ആ സമയത്തെ ടി ജോസഫിൻ്റെ കുടമാളൂർ അടുത്തുള്ള പനമ്പാലം എന്ന സ്ഥലമായിരുന്നു ടി ജോസഫിൻ്റേത്. അദ്ദേഹം ഒരു ബാൻഡ് മാസ്റ്റർ കൂടിയാണ്, ക്ലാർനെറ്റ് മാസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പല പെരുന്നാൾ സ്ഥലങ്ങളിലും ക്ലാർനെറ്റ് കച്ചേരികളും നടത്താറുണ്ടായിരുന്നു. നല്ല സുന്ദരമായ രീതിയിൽ ക്ലാർനെറ്റ് കച്ചേരി, ഹിന്ദി ട്യൂൺസ് പലതും പഠിച്ച് കച്ചേരി നടത്തുമായിരുന്നു അദ്ദേഹം പെരുന്നാൾ നടത്തുന്നു പനമ്പാലം പള്ളിയിൽ. അന്ന് പ്രദക്ഷിണത്തിന് വേണ്ടി ക്ലാർനെറ്റ് കച്ചേരി ഏർപ്പാടാക്കി അതിനു വേണ്ട അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ ഇവിടുന്ന് ഗസ്റ്റായിട്ട് കൊണ്ടുപോയി പനമ്പാലം പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും കെ ജേക്കബ്, രാമൻകുട്ടി, പെരുന്നമധു, ചെത്തിപ്പള്ളിയിലേമ്മ, ഞങ്ങളെല്ലാവരും കാറിൽ ഇവിടെ നിന്ന് രാവിലെ തന്നെ ചെല്ലണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധം. ഞങ്ങൾ രാവിലെ തന്നെ അവിടെ ചെന്നു. രാവിലെ മുതൽ ഭയങ്കരമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. രാവിലത്തെ ഫുഡ്, ഇത് മറ്റേത് മറിച്ചത് എല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെ കൂടാതെ വളരെയധികം ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ പലയിടത്തു നിന്നും എത്തിയിട്ടുണ്ട്. അപ്പോൾ ലീലാമ്മ അവിടെ ചെന്ന് അവിടെ പ്രത്യേകത എന്നാന്ന് വെച്ചിരുന്നാൽ അന്ന് അവിടെ ഒരു മൂരിയെ വാങ്ങിച്ചറക്കുകയാണ്. പല സ്ഥലങ്ങളിലും പങ്കിട്ട് മൂരിയിറച്ചികൾ കൈകാര്യം ചെയ്തിരുന്ന സമയമായിരുന്നു പെരുന്നാളിലൊക്കെ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, എല്ലാ വീടുകളിലും പങ്കിറച്ചി ഉണ്ടായിരുന്നു. ഇത് നല്ല ഒന്നാം തരം ഒരു മൂരിക്കിടാവിനെ അറുത്ത് അത് മുഴുവനായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷനാണ്. മൂരിയുടെ പല പ്രയോഗങ്ങളുമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. മൂരിയിറച്ചി കൊണ്ടുള്ള പ്രയോഗങ്ങൾ, മൂരി ബിരിയാണി വരെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അതിന് പാചകത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് നമ്മുടെ ലീലാമ്മ ചെന്നതിന് ശേഷമായിരുന്നു. ലീലാമ്മയോടൊപ്പം മറ്റ് അവിടെയുള്ള സഹായികളും ഒക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഇരുന്നു. അവിടെ പ്രദക്ഷിണത്തിന് വേണ്ട അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്തു. പെരുന്നാൾ സ്ഥലത്തു നിന്ന് ഇറങ്ങി ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ മൂരി ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അദ്ദേഹത്തിനോടൊപ്പം അവിടെ പോയി. അദ്ദേഹം വലിയ യൂണിഫോമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കരമായ രീതിയിൽ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത്. പള്ളിയിൽ നിന്നും പ്രദക്ഷിണം ഇറങ്ങി അവിടെ നിന്ന് വന്നു. അവിടെ പൊതുനിരത്തിലൂടെ പോവുകയാണ്. പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന റൂട്ടിലൂടെ ഇങ്ങനെ നല്ല ട്യൂൺസ് വായിച്ച് ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ബാൻഡ് മേളം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും താളം പഠിച്ച് മേളക്കൊഴുപ്പ് അനുസരിച്ച് താളം വിട്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളും പിന്നാലെ എത്തിക്കൊണ്ടിരുന്നു. ബസ് പോകുന്ന റൂട്ടായിരുന്നു, പ്രൈവറ്റ് ബസ്. അങ്ങനെ പല ബസ്സുകളും അവിടെ അന്നേരം അത് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പുള്ളിയുടെ ആ കരവിരുതുകൾ പുള്ളിയുടെ ആ വിരുതുകൾ കാണിക്കാൻ വേണ്ടി ആ ബസ്സുകാരെയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് പുഞ്ചിരി ഇട്ടുകൊണ്ടാണ് ട്യൂൺസ് വായിച്ച് അങ്ങനെ തലയാട്ടിത്തിരിച്ച് ഈ ബസ്സിനകത്തേക്ക് കൊള്ളി കയറ്റിയിട്ടോണ്ട് പുള്ളി അങ്ങനെ വായന തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നിശ്ചലമായി, വായന കേൾക്കുന്നില്ല. ആകപ്പാടെ പരിഭ്രാന്തരായി ഓർക്കസ്ട്രാക്കാർ, മ്യൂസിക്കുകാരെല്ലാവരും നോക്കുന്നു അദ്ദേഹത്തെയൊക്കെ. ഞങ്ങളും വല്ലാതെ വിഷമിച്ചു. എന്താണെന്നൊരു കാര്യം പിടികിട്ടിയില്ല. ഇതൊന്ന് എന്താണെന്ന് പറയാൻ ടിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ടിക്ക് അല്പം വിക്കുണ്ടായിരുന്നു. നമ്മുടെ EMS ഉണ്ടായിരുന്ന പോലെ വിക്കുണ്ട്. പിന്നെ ടെൻഷനായി കഴിഞ്ഞാൽ പിന്നെ വിക്കങ്ങ് കൂടും. പിന്നെ ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ വരിക. ഇദ്ദേഹം ഇങ്ങനെ നിർത്തി. അത് കാര്യം പുള്ളിക്ക് മനസ്സിലായി, ഏതാനും പേർക്കും മനസ്സിലായി. കൊള്ളി പോയി, ബസ്സും വിട്ടുപോയി. കുഴൽ ഊരിയെടുത്തവൻ്റെ കയ്യിലായി കുഴലിൻ്റെ മൂടുകായിട്ട് ബസ് അങ്ങ് പോയിരിക്കുന്നു. ഈ സമയം പെട്ടെന്ന് ടി അവിടെ നിന്ന് ഒരു സുഹൃത്തിനെ കിട്ടി. ഒരു സ്കൂട്ടറെ വന്ന് സുഹൃത്തിനെ വിളിച്ചു. ആ സ്കൂട്ടറിൻ്റെ പുറമേ കയറിക്കൊണ്ട് അവിടെ നിന്ന് ഈ ബസ്സിൻ്റെ പിന്നാലെ ഓടിയെത്തുകയാണ്. അങ്ങേ ജംഗ്ഷനിൽ ബസ് നിർത്തി. അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, കുഴലിന്റെ മൂടെടുത്ത് എടുത്തവൻ അങ്ങോട്ട് ആ വേസ്റ്റിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഒരു വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമുണ്ട്, ആ റോഡരികില് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കോ 5-10 പാർട്ടികള് ഈ വേസ്റ്റിനകത്ത് മൂരിയിറച്ചിയും മൂരിയുടെ അവശിഷ്ടങ്ങളും നാട്ടിലുള്ളതും എല്ലാം കൂടെ അവിടെ കൊണ്ട് തട്ടിയിരിക്കുകയല്ലേ. പിന്നെ പട്ടികൾക്കും സുഖം. പട്ടികൾ അവിടെ നിന്ന് വെച്ചാൽ അതിനകത്ത് കിടന്ന് ചകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടിയോട് അവിടെ ചെന്നു. ടിയുടെ
നിരീക്ഷണം മുഴുവൻ പുള്ളിയുടെ കുഴലിൻ്റെ മൂടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കറുത്ത സാധനം കുഴലിൻ്റെ മൂടായിരുന്നത് അത് ഒരു ബ്രൗൺ പട്ടിയുടെ വായിലെത്തി. പട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയും പട്ടി അത് 2-3 കടി കടിച്ചേച്ച് അതങ്ങ് തുപ്പി വെച്ചു. ഇഞ്ച പരുവത്തിലാക്കി അത് തുപ്പിയിട്ടു. പട്ടിയെ ചീത്ത പറഞ്ഞുകൊണ്ട് പുള്ളി അവിടുന്ന് നിരാശനായിട്ട് ഇറങ്ങി സ്കൂട്ടറിൽ തന്നെ തിരികെ ഞങ്ങൾ നിന്നിടത്തേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. കിട്ടിയോ ഞങ്ങൾ ചോദിച്ചു. വിക്കൊണ്ട് പുള്ളി പറഞ്ഞു പട്ടിയെ ചീത്ത പറഞ്ഞു. പട്ടിയെ ചീത്ത പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങളെ പറയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. എങ്കിലും ഞങ്ങൾക്കത് മനസ്സിലായി, പുള്ളിയുടെ ആ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ നിന്ന് നിരാശരായി ഞങ്ങൾ തിരികെ ടീറ്റിയുടെ വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. പുള്ളിയുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞ ആ അവസ്ഥയിൽ വേദന പങ്കിടാൻ വേണ്ടി ഞങ്ങളും കൂടി അവിടെ ശേഷിച്ചിരുന്ന ആ അനുധാരികൾ എടുത്തുകൊണ്ട് ഞങ്ങൾ ആ വേദനയിൽ പങ്കിട്ടു. അന്ന് രാത്രി വരെ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളും അതിൽ സഹകരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. ഇതായിരുന്നു ടീറ്റി കഥ.